നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് എല്ലാ പാർട്ടികളും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിലവിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളും കേൾക്കുന്നൊരു മണ്ഡലമാണ് പാലാ മണ്ഡലം. പക്ഷേ പാലായിലെ ഇത്തവണ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളൊന്നായിട്ട് വിലയിരുത്താം. കാരണം നമ്മളിപ്പോൾ പറയുന്നതിന് അതൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പാലായിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. ഇത് പാർട്ടി തീരുമാനിച്ച് അറിയിക്കുമെന്നാണ് പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണി അറിയിച്ചിരിക്കുന്നത്. അതേസമയത്ത് നമ്മൾ മറുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മാണി സി കാപ്പൻ തന്നെ മത്സരരംഗത്തുണ്ടാവും. BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു നിലവിലത്തെ ഒരു വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ആകാംക്ഷ കൂട്ടുന്ന കാര്യം ജോസ് കെ മാണിയെ പാലായിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ ജോസ് കെ മാണി പാലായി മത്സരിക്കാതിരിക്കുകയും പകരം ഭാര്യയായിട്ടുള്ള നിഷ ജോസ് കെ മാണി പാലായി മത്സരിക്കും എന്നുള്ള ഒരു വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇതിനെ ജോസ് കെ മാണി തള്ളിക്കളയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പാർട്ടിയിലും ഒരു ഭാഗം UDF ക്യാമ്പിലും ചർച്ചകളുണ്ട്. അതായത് നിഷ മത്സരിക്കും, പാലായെ തിരിച്ചു പിടിക്കാണ്ട് നിഷ തന്നെ ഇറങ്ങും എന്നുള്ളൊരു റിപ്പോർട്ടുകളും അതായത് പാർട്ടി പ്രവർത്തകരിൽ തന്നെ ആ LDF ക്യാമ്പുകളിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ എത്രത്തോളം നമുക്ക് നോക്കിക്കാണാൻ പറ്റും ലിജിന്റെ ഒരു നോട്ടത്തിൽ, അതായത് സാധ്യത എത്രത്തോളം ഉണ്ടാവും നിഷ വരുമ്പോ ഇല്ല എന്നുള്ളതിൽ? തീർച്ചയായും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആകാംക്ഷ നിഷ ജോസ് കെ മാണി മത്സരിക്കുന്നതാണ്. ജോസ് കെ മാണി മത്സരിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ്, നമുക്ക് അതായിരുന്നു പ്രതീക്ഷിക്കുന്നത്. കാരണം റോഷ്യ കൃഷ്ണൻ അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. മറ്റേ ഇവരുടെ യാത്രക്കിടയിൽ തന്നെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് പാലായിൽ തന്നെ മത്സരിക്കും, ചെയർമാൻ മത്സരിക്കും, ജോസ് കെ മാണി മത്സരിക്കും എന്ന് പറഞ്ഞു. അപ്പം ചോരത്തിളപ്പുള്ള ഒരു നേതാവാണ് റോഷി എന്നും അതുകൊണ്ടാണ് അങ്ങനെ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞത്. പക്ഷേ അത് പാർട്ടി ചെയർമാൻ, പാർട്ടി യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപിക്കേണ്ടത്. പാർട്ടി ചെയർമാൻ കൂടി ജോസ് കെ മാണിയാണ്. പക്ഷേ പാർട്ടിയിലെ രണ്ടാമനാണെന്ന് വെച്ചാൽ സംശയമില്ല, അത് റോഷി കൃഷ്ണൻ തന്നെയാണ്. ആ ചോദ്യം വന്നപ്പം ജോസ് ഒഴിഞ്ഞു മാറുന്ന കണ്ടപ്പോഴാണ് റോഷി കൃഷ്ണൻ ഒരു പടി മുന്നോട്ട് കയറിയിട്ടാണ് പറഞ്ഞത് പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും, ജയിക്കും എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത്. പക്ഷേ അവിടെ അപ്പം ജോസ് കെ മാണി ഒന്ന് ഉരുണ്ട് കളിച്ചു. അത് പക്ഷേ ഉരുണ്ട് കളിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അത് പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അവർ തീരുമാനിച്ച ശേഷമാണ് പ്രഖ്യാപിക്കേണ്ടത് കരുതി. പക്ഷെ അതിന് ശേഷമാണ് നിഷ ജോസ് കെ മാണി മത്സരിക്കുന്ന ചർച്ചകൾ വരുന്നത്. അപ്പോഴും റോഷി കൃഷ്ണൻ്റെ ഇതിൽ താല്പര്യമില്ലാതൊക്കെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. അങ്ങനെയാണ് ചർച്ചകൾ എന്നൊക്കെ പറയുമ്പോൾ റോഷി വന്നിട്ട് വീണ്ടും ക്ലാരിഫൈ ചെയ്യുന്നു, നിഷ മത്സരിച്ചാൽ തെറ്റില്ല എന്ന് തന്നെ റോഷിയും പറയുന്നത്. അതായത് നിഷ മത്സരിച്ചാൽ എന്താണ് പ്രശ്നം, നിഷയും രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്നും റോഷി പറയുന്നുണ്ട്. അപ്പം നിഷയാണെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും വലിയ ഘടകം അവിടെ വിജയ സാധ്യതയാണ്. ഇപ്പം ജോസ് മത്സരിച്ചാൽ വീണ്ടും വിജയിക്കുമോ, ജയം നേടാൻ പറ്റുമോ, അല്ല വീണ്ടും പരാജയപ്പെടുമെന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ അദ്ദേഹം ആ മണ്ഡലം വിട്ട് മറ്റൊരു സേഫായ ഒരു മണ്ഡലം തേടുമോ എന്നൊരു സംശയം അവിടെ ബാക്കിയുണ്ട്. വീണ്ടും ഒരു തോൽവി പാലായിൽ, അത് ജോസ് കെ മാണിക്ക് അത്ര രാഷ്ട്രീയപരമായിട്ട് അത്ര ഗുണം ചെയ്യുന്നു തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പുകൾ രാജ്യസഭ MP ആണ്. പക്ഷേ രാജ്യസഭ MP നമുക്കറിയാം ജനവിധി നേടിയിട്ട് വരുന്നതല്ല, നിയമനപരമായിട്ട് തെരഞ്ഞെടുത്ത് പോകുന്നൊരു പദവിയാണത്. അപ്പം ജനങ്ങളുടെ സ്വീകാര്യത ലഭിക്കുമോ എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു തോൽവിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു ചർച്ച അവിടെ നടക്കുമോ എന്നാണ് ഇനി പറയേണ്ടത്. അതായത് പാലായെ സംബന്ധിച്ച് കേരള കോൺഗ്രസിന്റെ ഹൃദയഭൂമിയാണ്. തീർച്ചയായും പാലായില് ഇനിയൊരു പരാജയം, പാർട്ടി ചെയർമാൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടും. പാർട്ടിയുടെ നിലനിൽപ്പിനേക്കാൾ പാർട്ടിക്കുള്ളിൽ ജോസിന്റെ ഒരു ചെയർമാനാണെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ ദിവസം ഇപ്പം ജോസ് കെ മാണി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് റോഷി കൃഷ്ണന്റെ വാക്കുകളായിരുന്നു. അത് പാർട്ടിയിൽ ഇപ്പം കാണുന്നത് കെ മാണിക്ക് തുല്യമായിട്ടാണ് ജോസിനെ കാണുന്നത്, ചെയർമാനെ കാണുന്നത് തൊട്ട് ഒരു പ്രവർത്തകൻ ഷെയർ ചെയ്തൊരു പോസ്റ്റ് ജോസ് ഷെയർ ചെയ്തതാണ്. അതിൽ പറഞ്ഞതാണ് ജോസ് കെ മാണിയെ നമ്മൾ എങ്ങനെയാണ് കണ്ടത്, അതേ ബഹുമാനത്തോടെ അതേ ആദരവോടെയാണ് നമ്മൾ ജോസ് കെ മാണിയെ കാണുന്നത്. അപ്പം നമ്മൾ അങ്ങനെയാണുള്ളതെന്ന് പറയണം. പക്ഷേ ഒരു തോൽവി കൂടെ വന്നാൽ ധാർമ്മികമായിട്ട് ജോസ് കെ മാണിക്ക് അത് തിരിച്ചടി തന്നെയാണ്. തിരിച്ചടി ഈ പറഞ്ഞ തന്നെ കേരള കോൺഗ്രസിന്റെ ഭൂമിയാണ്. ആ മണ്ഡലം രൂപീകൃതമായ ശേഷം 2016 വരെ KM മാണി മാത്രം വിജയിച്ചൊരു മണ്ഡലമാണ് കേരള കോൺഗ്രസിന്റെ ഏത് മുന്നണിയിലായിരുന്നാലും എന്തായാലും അത് കേരള കോൺഗ്രസിന്റെ നമുക്കറിയാം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വളരും തോറും പിളരുന്നൊരു പാർട്ടിയാണ്. ആ പിളർപ്പിലൊക്കെ KM മാണി മാത്രം ജയിച്ചു വന്ന മണ്ഡലമാണ്. അവിടെ നമുക്കറിയാം മാണി സി കാപ്പൻ ജയിച്ചു വരുന്നു, ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നു. പിന്നീട് അദ്ദേഹം UDF പോയിട്ട് ആ മണ്ഡലം നിലനിർത്തുന്നു പറയുമ്പോൾ അത് വലിയൊരു ഇതായിട്ട് തന്നെ വന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജോസിനത് പിടിച്ചെടുത്താൽ അത് ജോസിന്റെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വിജയം തന്നെയായിരിക്കും. ജോസ് ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസിൻ്റെത് മറ്റെത്ര മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടാലും പാലായിൽ ജോസ് ജയിച്ചാൽ അതവിടെ വലിയൊരിതായിട്ട് നിൽക്കും. ജോസിന് രാഷ്ട്രീയമായിട്ട് വളരെ ഒരു മുൻതൂക്കം നൽകും. പക്ഷെ അതിൽ സംശയമുണ്ടോ എന്നാണ് ഇപ്പം ബാക്കിയുള്ളത്. അതായത് നമ്മളിപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ട് പ്രകാരം ജോസ് കെ മാണിയെ സേഫ് ആയിട്ടൊരു സോണ എന്ന് പറയുന്നത് കടുത്തുരുത്തിയിലോട്ട് മാറ്റിയിട്ട് നിഷയെ പാലായെ മത്സരിപ്പിക്കുന്നതാണ്. പക്ഷെ നിഷ മത്സരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് നേട്ടങ്ങളുണ്ട്. അതായത് ഈ സ്ത്രീ വോട്ടുകൾ ലഭിക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ UDF തന്നെ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CPM അതായത് ഇടതുപക്ഷത്തുനിന്ന് വോട്ട് കേരള കോൺഗ്രസിന് കിട്ടുന്നില്ല എന്നൊരു ആരോപണം നേരത്തെ മുതലുണ്ട്. അതും പരിഹരിക്കാനുള്ള ഒരു
സാധ്യത ഉണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വ്യക്തിപരമായി LDFന്റെയും കേരള കോൺഗ്രസിന്റെയും വോട്ടുകൾ കിട്ടിയാൽ പാലായിൽ ജോസ് കെ മാണിക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ അവിടെ ആ വോട്ടുകൾ കേരള കോൺഗ്രസിന് സ്വന്തമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത്തവണ വിജയിച്ചില്ലെങ്കിൽ ജോസ് കെ മാണിയുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം ചോദ്യം ചെയ്യപ്പെടുന്നു. വരാൻ പോകുന്ന സാഹചര്യം നമുക്ക്, അതായത് അടുത്ത ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ പോലും ജോസ് കെ മാണിക്ക് ഇതുകൊണ്ട് എത്രത്തോളം ഇനി LDFൽ ഇത്രത്തോളം ഒരു പ്രാധാന്യം കിട്ടുന്ന ജോസിന്റെ പിന്നെ ഒരു അനുവാദത്തോടു കൂടിയാണ് UDF ചർച്ചകൾ നടന്നതൊക്കെ പറഞ്ഞിരുന്നു. റോഷിയുടെ വെട്ട് പൊളിച്ചു നോക്കിയാണ് അത് മാധ്യമ റിപ്പോർട്ടർ മാത്രമാണ്, നേതാക്കളൊക്കെ തള്ളിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി അങ്ങനെ ചർച്ചകൾ നടന്നു. അത് മാണി കാപ്പൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നല്ലോ UDFനെ സമീപിച്ചിരുന്നതെന്ന്. ഞാൻ നിഷേധിച്ച തെളിവ് പറഞ്ഞ് വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു പ്രതികരണം കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചില നീക്കങ്ങളൊക്കെ നടന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പം വ്യക്തത കുറവുണ്ട്. പക്ഷേ റോഷിയുടെ ടീം എന്തായാലും റോഷി മന്ത്രിസഭയിലൊപ്പം തന്നെ ആ ഒരു ഇതിലായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ റോഷി ഇപ്പം പാർട്ടിയിലെ സൂപ്പർ ചെയർമാൻ കളിക്കുന്നത് കേരള കോൺഗ്രസിലെ ഒരു ജോസ് കെ മാണി അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും പറഞ്ഞ, അതായത് പാലായിൽ നിഷ മത്സരിച്ച് ജയിക്കുകയും അഥവാ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ റോഷിക്ക് മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യത വിരളമാണ്. സ്വാഭാവികമായിട്ടും നിഷയ്ക്ക് മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ റോഷിക്ക് മന്ത്രിസ്ഥാനം കിട്ടാതിരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസ് കെ മാണി പരാജയപ്പെട്ടതുകൊണ്ടാണ്. റോഷി കിട്ടിയത് അത് ജോസ് കെ മാണി പരാജയപ്പെട്ടതുകൊണ്ടാണ്. പക്ഷെ ഇനി നിഷ ജയിക്കുകയും ഇടതുമുന്നണി വീണ്ടും അതില് അതിപ്പോ പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഈ ജോസ് തോറ്റു, ഒരു മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസ് കിട്ടുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഐക്യം ഉണ്ടായിരുന്നു. ഇപ്പം ജോസ് ഇല്ലെങ്കിൽ ജോസ് ജയിച്ചത് സംശയമില്ല, ജോസിനായിരുന്നു മന്ത്രിയാവേണ്ടത്. പക്ഷെ ജയരാജ് അപ്പം പിന്നെ ഒരു മുതിർന്ന നേതാവ് ജയരാജ് ആണല്ലോ അതിലെ MLA, അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്നെക്കാൾ പിന്നെ യോഗ്യൻ മന്ത്രിയാവാൻ റോഷിയാണ്, ആ യുവത്തിന് ഒരു പ്രസരിപ്പ് വേണ്ടി റോഷി ആവട്ടെ പറഞ്ഞു. അയാൾ ചീഫ് വിപ്പ് പദവി ലഭിച്ചു. എങ്കിൽ കൂടി അങ്ങനെ ക്ലിയർ ആയിട്ട് ഒരു തർക്കമില്ലാണ്ട് ബാക്കി ഇപ്പം മന്ത്രിസ്ഥാനം വരുമ്പോൾ മാധ്യമങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യാനും കൊത്തിവലിക്കാനും ഒക്കെ ടൈം കിട്ടും. പക്ഷേ കേരള കോൺഗ്രസ് കൃത്യമായിട്ട് ജോസ് ഇല്ലാത്ത സമയത്ത് പാർട്ടിനെ ആരും ഇവിടെ നയിക്കുന്നതിൽ കൃത്യമായിട്ട് റോഷിയുടെ പേര് പറഞ്ഞു പോയിട്ടുണ്ട്. റോഷിക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ ഇനിയിപ്പം നിഷ ജയിച്ചു കഴിഞ്ഞാൽ നിഷയെ മന്ത്രിസ്ഥാനം ലഭിക്കുമോ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ്, പക്ഷെ അത് വീണ്ടും റോഷിക്കനെ വേണമെന്നത് അങ്ങനെ ഒരു പാദത്തിലേക്ക് റോഷി കിടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ആ പാർട്ടിയിൽ ഒരു ഐക്യം, നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞ ഐക്യം എന്നൊക്കെ പറയുമ്പോഴും ആ പാർട്ടിയിൽ ഒരു ബോണ്ട് ഉണ്ട്, ഒരു ഐക്യമുണ്ട് അവർക്ക്. അത് ഈ പറഞ്ഞ നിഷയ്ക്ക് കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ റോഷി കൂടെ നിൽക്കുന്നതിനെ കരുതാണ്. റോഷി മന്ത്രി MLA ആയിട്ട് ഉണ്ടാവുന്നതിന് കരുതിയാണ്. ഈ പറഞ്ഞ അവർക്ക് MLA സ്ഥാനങ്ങൾ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ, ഈ പാലുൾപ്പെടെ സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ 2 മന്ത്രിമാർക്ക് അവർ അവകാശം ഉന്നയിക്കും. ഈ പറഞ്ഞ പോലെ നിലവിലുള്ള സീറ്റുകൾ ലഭിക്കുന്നു, അതിന് വെച്ചാൽ പാലം കൊണ്ട് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് 2 MLA മന്ത്രിമാരെ ചോദിക്കാൻ തെറ്റുന്നുണ്ടാവുന്ന തോന്നുന്നില്ല. അങ്ങനെ വന്നാൽ ഇപ്പം ഈ പറഞ്ഞ റോഷിയോ അല്ലെങ്കിൽ നിഷയോ തന്നെ വന്ന് വരുമോന്നും സംശയമൊന്നുമില്ല. പക്ഷേ ജോസ് കെ മാണി അനുകൂലിക്കുന്നവർ പറയുന്നതിന്റെ വേറൊരു ഘടകം എന്ന് പറയുമ്പോൾ ഈ റോഷിക്ക് പാർട്ടിയുടെ കേരള കോൺഗ്രസിൽ, അതായത് ഒരു ജോസ് കെ മാണിക്ക് ബദലായിട്ടുള്ള ശക്തിയായിട്ട് റോഷി മാറുന്നു എന്നുള്ളത്. അതിന്റെ കാരണം മുഖ്യമന്ത്രിയായിട്ട് LDF CIP നേതാക്കളുമായിട്ട് റോഷിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നതിൻ്റെ അത് അഥവാ നിഷയും കൂടെ പരാജയപ്പെട്ട് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും പാർട്ടിയിലെ ഏറ്റവും വലിയൊരു അധികാര കേന്ദ്രം റോഷിയായി മാറുമെന്ന് പറയും. അതാണ് അതിൽ ഏറ്റവും വലിയ പോയിന്റ്. ഇപ്പം ജോസ് മത്സരിച്ച് തോറ്റാൽ തന്നെ ജോസിനെ ചോദ്യം ചെയ്യാനൊന്നും പെട്ടെന്ന് റോഷിയ വരുന്നത്, അങ്ങനെ അത് ഈ മാധ്യമ സൃഷ്ടിയും അല്ലെങ്കിൽ ചർച്ചകളും മാത്രമേ നിൽക്കും. റോഷി അങ്ങനെ വരുന്നൊരു നേതാവായിട്ട് ഒന്നുമില്ലെങ്കിൽ KM മാണി എങ്ങനെയാണ് റോഷിയെ കൊണ്ടുവന്നതെന്നും അതൊന്നും മറക്കുന്ന ഒരു വ്യക്തിയായിട്ട് റോഷി തോന്നില്ല. റോഷി എന്തായാലും ജോസ് വീണ്ടും തോറ്റാലും ജോസ് ചെയർമാനായിട്ട് കാണും. പക്ഷേ ഈ പറഞ്ഞ പോലെ ജോസ് മത്സരിച്ച് കൈവശം തോറ്റ ജോസ് കെ മാണി വന്നു, നിഷയും തോറ്റു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ പ്രമാദിത്വം നിങ്ങൾക്ക് പറയുന്നുണ്ടല്ലോ. ഇപ്പം മത്സരിക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് LDFലും ഈ കുടുംബം വാഴ്ച വന്ന സ്ഥാനം വരും. LDF കേരള കോൺഗ്രസ് കൂടി LDFിൽ സ്ഥാനം വരും. CPM ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഈ കുടുംബ രാഷ്ട്രീയത്തിലാണ്. ജോസ് കെ മാണിയുടെ സീറ്റിൽ ജോസ് കെ മാണി വരുന്നു, പരാജയപ്പെടുന്നു. വീണ്ടും ഇപ്പം രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രത്യക്ഷമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയല്ല നിഷ ജോസ് കെ മാണി. അപ്പം നിഷയെ കൊണ്ടുവന്നും ഭാര്യയെ കൊണ്ട് മത്സരിപ്പിക്കുന്നു വരുമ്പോൾ അത് കുടുംബത്തിന്റെ നില വരും. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിഷയും കൂടെ തോറ്റു കഴിഞ്ഞാൽ ഈ കുടുംബത്തിനുള്ള ഒരു ഗ്രിപ്പ് മൊത്തം പോകും. അത് റോഷിയിലേക്ക് എത്തി തരും. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ റോഷി ഒരു സൂപ്പർ ചെയർമാൻ കളിക്കുന്നു പറയുമ്പോൾ ജോസ് കെ മാണി രാജ്യസഭയിലാണ്, അവിടെ ഈ പറഞ്ഞ പോലെ കർഷകർക്ക് വേണ്ടി പിന്നെ ശബ്ദമുയർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. മറ്റൊരു സജീവമാകുന്നുണ്ടോ എന്ന് വെച്ചാൽ അതിൽ രണ്ടാമതൊരു ചോദ്യമുണ്ട്. ഈ ജോസ് കെ മാണിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിക്കുന്ന ഒരു ഘടകം ഇതാണ്. റോഷി കേരളത്തിൽ മന്ത്രിസഭയിലായതുകൊണ്ട് തന്നെ ആ ഒരു പദവി, ഒരു അധികാരം ഉണ്ടാവും. ഈ പറഞ്ഞ എന്തായാലും മന്ത്രിക്കുള്ള ഇതുണ്ടല്ലോ, MLA മാർക്കിടയിലായാലും പാർട്ടിക്കുള്ളിലായാലും മന്ത്രിക്ക് ഒരു ഇതുണ്ട്, ഒരു അധികാരം ഉണ്ടെന്ന് തന്നെ പറയാം, പാർട്ടി വൈസ് അല്ലെങ്കിൽ കൂടി. അപ്പൊ അതിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഉണ്ടായേക്കാം, അതെന്തായാലും ഉണ്ടാവും. കേരള കോൺഗ്രസ് ആണ് ഒന്ന്.
പക്ഷെ ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ തന്നെ റോഷിയുടെ അപ്രമാദിത്യം നമ്മൾ അധികം ചോദ്യം ചെയ്തില്ല. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ഇത്തവണത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ മാനസികാപ്പൻ ഇത്തവണ ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം മാനസികാപ്പൻ ഇപ്പൊ ഒരു പാലായിൽ നിന്ന് ഉള്ള ഒരു വിലയിരുത്തൽ പ്രകാരം മാനസികാപ്പൻ പോരാ എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പക്ഷെ അവിടെ ഒരു വേറെ ഘടകം എന്ന് പറഞ്ഞാൽ ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതുകൊണ്ട് അതിൽ ഈ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നില്ല. അതെ, ഷോൺ ജോർജ് തീർച്ചയായിട്ടും വോട്ട് പിടിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ BJPയുടെ വോട്ടുകൾ പാലായിൽ നിർണായകമാണ്. അവിടെ ആര് വിജയിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും BJP വോട്ടുകൾ നിർണായകവും. ഷോൺ ജോർജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJP വോട്ടുകൾ പിടിക്കും. നല്ലൊരു ശതമാനം സ്വന്തം വോട്ടുകൾ BJP പിടിക്കാൻ വോട്ട് വർദ്ധിപ്പിക്കാൻ വർദ്ധനയ്ക്ക് സാധ്യതയുള്ളൂ. അത് പക്ഷേ ജയപരാജയത്തെ ബാധിക്കുന്നത് കൃത്യമായിട്ട് ജയപരാജയത്തെ ബാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം മാനസികാപ്പന്റെ കാര്യം നമുക്ക് എത്രത്തോളം വരികില്ല എന്ന് പറയാം. ഇപ്പൊ നിലവിലെ സമയത്തില് മാനസികാപ്പന്റെ പിന്നെ അവിടുത്തെ മണ്ഡലത്തിലുള്ള അഭിപ്രായം എന്താണെന്നില്ലാണ് ഏറ്റവും വലിയ എതിർന്നത്. ഇപ്പം മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത നേതാവാണ്. ആ സമയത്ത് എനിക്കൊന്ന് 3000-ഓളം വോട്ടുകൾ 2900 സംതിങ് വോട്ടുകൾ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 15,000 ജോസ് കെ മാണിക്കെതിരെ മാനസികപ്പൻ ജയിച്ചത്. അത് മുന്നണി മാറിപ്പോയിട്ട് വരെ ജയിച്ചത്. പക്ഷേ ആ ഒരു ജനപ്രീതി ഇപ്പം ജോസ് കെ മാനസികാപ്പന് മണ്ഡലത്തിലുണ്ടോ എന്ന് സംശയമാണ്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞു പിന്നെ ഈ ജോസ് കെ മാണി മത്സരിച്ചപ്പം LDFന്റെ മൊത്തം വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അതുപോലെ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ മുഴുവൻ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ CPMന്റെ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അതാണ് തോൽവിയുടെ ഘടകം പറയുന്നുണ്ട്. കാലുവാരി ഇതൊക്കെ അന്നും മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും അറിയത്തില്ല. പക്ഷേ മാനസികാപ്പൻ പറയുന്നുണ്ട് LDF വോട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, അത് കാണുന്നുണ്ട്. LDF ആ പാലാവറിന്റെ മണ്ഡലം അത്രയും നാൾ കേരള മാണിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലം ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് വേണ്ടി പിടിച്ചത് മാനസികാപ്പനായിരുന്നു. ആ ഒരു പോരാട്ട വീര്യം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം കോന്നി തെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പം പാല പോന്നു, പിന്നെന്താ കോന്നി വന്നൂടെയൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രചരണത്തിലൊക്കെ ഇതാക്കിയാണ്. അങ്ങനെ ഒരു മുഖമായിട്ട് LDFന്റെ പാലയിലെ മുഖമായിട്ട് മാനസികാപ്പൻ മാറിയിരുന്നു. പിന്നെ ഈ സീറ്റ് തർക്കം ഈ ജോസ് കെ മാണി ഇങ്ങോട്ട് വരുമ്പോൾ സീറ്റ് കൊടുക്കാത്ത പ്രശ്നത്തിന്റെ പേരിലാണല്ലോ ഈ സീറ്റ് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് അദ്ദേഹം പാർട്ടി പിളർത്തി പോയിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് UDF ചേർന്നതും പിന്നെ മത്സരിച്ചതും. അന്നത്തെ ചെന്നിത്തലയുടെ യാത്രയിലാണ് അദ്ദേഹം ആ വേദിയിലേക്ക് എത്തിയത് 2021. അപ്പം അവിടെ അങ്ങനെ മത്സരിക്കുന്നത് സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഘടകത്തിലേക്ക് വരുന്ന സമയത്ത് മാനസികാപ്പനോട് എത്തുന്ന സമയത്ത് മാനസികാപ്പന്റെ വോട്ടുകൾ ഈ ആ വോട്ട് അന്നത് കിട്ടുന്നത് ഈ പറഞ്ഞത് ഈ LDFന്റെ വോട്ടുകളുണ്ട്. ആ ഒരു ഊർജ്ജമുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ജോസ് കെ മാണി വന്നപ്പോൾ ജോസ് കെ മാണി നമുക്കറിയാം LDF അത്രത്തോളം സ്വീകരണമായിരുന്നില്ല. ഈ വരുന്ന സമയത്തും അണികൾക്കിടയിൽ അത്രത്തോളം താഴെത്തട്ടിൽ അത്രത്തോളം അത് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം വന്നപ്പോൾ ആ വോട്ടുകൾ കിട്ടിയില്ല. മാനസികാപ്പന് ഇതിന്റെ പേരിലാണല്ലോ പോയത് കരുതിയിട്ട് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ വോട്ടുകളൊക്കെ തിരികെ വരേണ്ടതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ മാനസികാപ്പനെ പ്രവർത്തനം വെച്ചിട്ടുള്ള ഒരു നിഷ്പക്ഷ വോട്ടുകളും മാറി വരും. ഈ വരുന്ന സമയത്ത് ജോസ് കെ മാണി കഴിഞ്ഞ വർഷം കിട്ടാത്ത വോട്ടുകൾ നിലവിലെ സാഹചര്യത്തിൽ കിട്ടും. ഇപ്പോൾ ഈ വീണ്ടും ഒരു ചർച്ച വന്നത് ഇദ്ദേഹം UDFലേക്ക് പോയി ചർച്ച വരുന്നതൊക്കെ ഇതിന് ബാധിക്കും. അപ്പോൾ നിഷ ജോസ് കെ മാണി വരുമ്പം ഈ നിഷ്പക്ഷ വോട്ടുകളും സ്ത്രീ വോട്ടുകളും ഇദ്ദേഹത്തിന് അവർക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ കുറച്ച് വോട്ടുകൾ അങ്ങോട്ട് ഇങ്ങോട്ടും മാറും. അതിന്റെ ഒപ്പമാണ് കേരള കോൺഗ്രസിന്റെ പഴയ ഒരു ഇതുമായിട്ട് പിന്നെ PC ജോർജിന്റെ ഷോൺ ജോർജ് വരുന്നത്. ആ വോട്ടുകൾ കുറച്ച് വോട്ടുകൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് മൊത്തം വോട്ടുകൾ സ്പ്ലിറ്റായി പോവാണ്. ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ ത്രികോണ മത്സരം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി വോട്ട് NDA പിടിക്കുന്ന വോട്ട് അവിടെ നിർണായകമാകും. അത് മാനസികാപ്പന് അനുകൂലമാകുമോ LDFന് സ്ഥാനാർത്ഥിക്ക് നിഷയാണെങ്കിലും ജോസ് ആണെങ്കിൽ അനുകൂലമാവാൻ സംശയമുണ്ട്. ഈ സംശയം തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ കേരള കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാകും, ജോസ് കെ മണിക്ക് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും കടുത്തുരുത്തി പോലെ ഒരു മണ്ഡലം പിടിക്കണമോ അല്ലെങ്കിൽ ഇവിടെ നിഷ മത്സരിക്കണമോ എന്ന സംശയത്തിലേക്ക് വരുന്നത്. ഇതെല്ലാം ഈ പറയുന്നതെല്ലാം നിഷ വന്ന് മത്സരിച്ച് തോറ്റാലും ജോസ് വന്ന് മത്സരിച്ച് തോറ്റാലും ഇതെല്ലാം പാർട്ടിയിലോ നിലനിൽപ്പിനെയും പാർട്ടിയിൽ ഈ പറഞ്ഞ സ്ഥാനത്തിനെയും ബാധിക്കുമെന്നും ഇതിപ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ റോഷി അഗസ്റ്റിൻ സൂപ്പർ ചെയർമാൻ ചമി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞത് നേരത്തെ പറയുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ട് അല്ലെങ്കിൽ പാർട്ടികൾ തർക്കം ഉണ്ടായില്ല. അവർ ജോസഫ് വിഭാഗം വിട്ടു പോകുമ്പോഴൊക്കെ റോഷിയും ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിന്നു, ജയരാജ് ഒക്കെ ഒറ്റക്കെട്ടായി നിന്നു, ഈ പറഞ്ഞ പോലെ മറ്റ് MLA-മാരായി നിന്നു, അങ്ങനെ ബോണ്ടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ കൂടി ഇത് കേരള കോൺഗ്രസ് ആണെന്ന് ഓർക്കണം. ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ സീൻ വന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, 3 MLA അപ്പുറം 2 MLA ഇപ്പുറം വീണ്ടും പിളരും. അത്രയേ ഉള്ളൂ. കേരള കോൺഗ്രസ് പിളരും. ആ സീൻ അവർക്ക് കേരള കോൺഗ്രസ് ചെറിയൊരു ലാഘവത്തോടെ നടത്താവുന്ന കാര്യമാണ്. പക്ഷെ നിലവിലെനിക്ക് തോന്നില്ല കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുന്നത്. വി.ഡി. സതീശൻ പറഞ്ഞ ഒരു വിസ്മയം എന്ന് പറയുന്ന കാര്യം ആദ്യം ഉണ്ടായിരുന്നു. ആദ്യം ഒരു വിചാരിച്ച് കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഭാഗത്തെ മുഴുവനായിട്ട് എടുക്കാം, കൂടെ ചേർക്കാൻ പറ്റും. പക്ഷെ ആ ചിന്താഗതി ഇപ്പൊ മാറി. ഇപ്പൊ 1-2 പേരായിട്ട് വന്നാലും ഒപ്പം നിർത്താം എന്നുള്ള നിലപാടിലാണുള്ളത്. പക്ഷെ അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോകാൻ സാധ്യത. അതെന്നറിയോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ഓളം ഉണ്ടായിരുന്നു. UDF അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു. പിന്നെ അത് മനസ്സിലായി അത്ര വലിയ ഈസി അല്ല, UDFന് അത്ര ഈസി അല്ല കാര്യങ്ങൾ. ഭരണം വീണ്ടും മൂന്നാമത്തെ ഒരു ഭരണത്തിന് സാധ്യത ഉണ്ടെന്നുള്ള ഒരു ധാരണ വന്നു. ഇപ്പൊ ഒരു പ്രതീതി അങ്ങനെ UDFന് എളുപ്പമാണെന്ന് തോന്നുന്നില്ല. കാരണം ചർച്ച വരുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ അത് UDFന് അനുകൂലമായിരുന്നു എന്ന് തോന്നിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞാൽ കേരള കോൺഗ്രസ് വീണ്ടും അങ്ങോട്ട് പോകാൻ അങ്ങനെ അധികാരത്തിന് വേണ്ടി പോകുന്ന ഒരു പാർട്ടി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചില MLA-മാർക്ക് അങ്ങോട്ട് പോകാൻ തയ്യാറായേനെ, അല്ലെങ്കിൽ മനസ്സിലവർക്ക് ചാഞ്ചാട്ടുണ്ടായേനെ. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അതിന്റെ ആവശ്യം തോന്നുന്നില്ല. ഇവിടെ ഒരുമിച്ച് നിന്നാൽ ഒറ്റക്കെട്ടായി എന്നാൽ ഒരു തുടർപ്രവർത്തന സാധ്യതകൾ ഇപ്പോഴും സ്കോപ്പ് ഉണ്ട് എന്നറിയാം. അപ്പോൾ അത് റോഷി അഗസ്റ്റിനെയും മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു അടുപ്പ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരത് അങ്ങനെ പിടിച്ചു നിന്നാൽ പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് അങ്ങനെ ഒരു ഇതായിട്ട് പോകുന്നത് മാത്രമേ സാധ്യതയുള്ളൂ.
ഏതായാലും ഈ തവണ പാലയിൽ വാശിയേറിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആ കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ നിലവിൽ ഷോൺ ജോർജ് BJP NDA സ്ഥാനാർത്ഥിയാവും, മാണി സി കാപ്പൻ സ്ഥാനാർത്ഥിയാവും. ഇനി ജോസ് കെ മാണി ആവോ നിഷയാകുമോ എന്നുള്ള കാര്യത്തിലാണ് കാത്തിരുന്നുണ്ട്. ഏതൊക്കെയാലും ഒരു വാശിയേറിയ മത്സരത്തിനാണ് പാല സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. തീർച്ചയായും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.